ഹായ്, ഇന്ന് ഞാനൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയതാണ്. ഇത് ഞാൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവച്ച തുണിയിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തൊരു തുണിയാണിത്. ഇത് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല, നല്ല കട്ടിയുണ്ട്. പിന്നെ വെച്ചാൽ റെഡിമെയ്ഡ് മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തത്, എക്സസൈസ്. ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ മാത്രം എടുത്തതാണ്. പിന്നെ എനിക്ക് മോളെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൂട്ടി ഹോസ്പിറ്റലിൽ പോകണം. എന്നാൽ പെട്ടെന്ന് ഞാൻ വെച്ച് ഇഷ്ടപ്പെട്ട് കുറേ ദിവസമായി അത് മാറ്റി വെച്ചിട്ട്, എന്നാൽ പിന്നെ വേഗം തന്നെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. എങ്ങനെയായാലും നമ്മൾ എത്ര പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വന്തം കാര്യം വരുമെന്ന് വെച്ച് അത് പെട്ടെന്ന് എടുത്ത് ചെയ്യും. അത് പോകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പേ ആയിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഇട്ടിട്ട് പോകാമെന്ന് കരുതുന്നത്. പിന്നെ ഒന്നും നോക്കൂല, വേഗം തന്നെ. അപ്പോൾ നമുക്ക് എന്നാൽ സമയം കിട്ടുകയും ചെയ്യും അന്നേരം ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് കണ്ടാലും അത് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുക. എൻ്റെ ഒരു ഇതാണ്. പൊതുവേ ഞാൻ അധികം കേൾക്കലുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവരെ സ്വന്തം കാര്യം വരുമെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന്. പിന്നെ നമുക്ക് അതിൽ വേറെ ഒന്നും നോക്കാനില്ലല്ലോ, ഏതെങ്കിലും മോഡൽ മനസ്സിലുണ്ടാവും അത് വേഗം തന്നെ ചെയ്ത്. പിന്നെ എന്ന് വെച്ചാൽ സ്ലീവിന് ഞാനൊരു അടിവശത്ത് കട്ടി വരാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് വെച്ചിട്ട് നല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് അടിവശത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടാൽ അതൊരു നൈറ്റി തുണി കൊണ്ട് വന്ന് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറയില്ല. പിന്നെ എന്ന് വെച്ചാൽ അതിന് വെള്ള പാൻറ്റും ഉള്ള ഷോളും എടുത്ത് അതേ തുണി കൊണ്ട് നമുക്കൊരു കോട്ട് സെറ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. പാൻറ് ഉണ്ടെങ്കിൽ അതിന് തുണി ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു നൈറ്റി തുണി കൊണ്ട് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വലുതല്ലേ, നമുക്കത് നൈറ്റി 2 സ്റ്റിച്ച് ചെയ്യാം. പക്ഷേങ്കിൽ എക്സൽ സൈസ് എല്ലാം ചെയ്യുമ്പോൾ ടോപ്പിന് മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഫുൾ സ്ലീവ് എല്ലാം ആകുമ്പോഴത്തേക്ക് അത് എന്താ പറയണ്ടേ, അതിന് ഉണ്ടാവില്ല. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് പകുതി നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ എന്നോട് വീഡിയോ ഓണാക്കാൻ മറന്നു. അതൊന്ന് പകുതി ഭാഗത്തെല്ലാം കിട്ടിയത്. ഇതാണെങ്കിൽ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ട്, തീരുമോയെന്നൊന്നും അറിയില്ല. ഭാഗ്യത്തിൽ ഞാൻ ചെയ്ത് തീർക്കലും സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്ന് മോളെ കൂട്ട എക്സാം എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം അത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടതിന് ശേഷം ഞാൻ പോയി മോൾ ടൗണിലെത്താമെന്ന് പറഞ്ഞ് ടൗണിലെത്തി അവിടുന്ന് കൂട്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്തത്. പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എപ്പം കരുതും വീഡിയോ അങ്ങനെ എടുക്കുക ഇങ്ങനെ ചെയ്യണം, പക്ഷേ എങ്കിൽ പുറത്തെത്തി എന്നാകുമ്പോൾ മറന്നു പോവുകയും ചെയ്യുക എടുക്കാൻ. പിന്നെ ഒരു മടിയുണ്ട്, ആൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമോ എന്നാൽ കരുതുക എന്നല്ല വെച്ചിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിന് ചെറിയൊരു ഭാഗം അവിടെ നമുക്ക് വലിയ ടോക്കനാണ് കിട്ടിയത്. അവിടെ ഇരിക്കുമ്പോൾ കുറച്ചൊരു വീഡിയോ എടുത്തിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.